മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഇരകൾക്ക് തമിഴ്നാട് ജംഇയ്യത്തുൽ ഉലമ നിർമ്മിച്ചു നൽകുന്ന 15ഓളം വരുന്ന വീടുകളുടെ സൈറ്റാണിത്. ഏകദേശം പണികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങൾ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ റഹ്മാനിയും അലിമാഷും നമ്മോട് പറയുന്നതായിരിക്കും. ലോകത്തെ തന്നെ നടുക്കിയ കഴിഞ്ഞ ജൂലൈ മാസത്തിലുണ്ടായ മുണ്ടക്കൈ ചുരൽമല ദുരന്തവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കണ്ണുനീരിന്റെ കഥകൾ പറയുന്ന ആ ദുരന്തഭൂമിയിൽപ്പെട്ട് ആ വലിയ പ്രയാസത്തിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അത്താണിയായി താങ്ങായി തണലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് ജംഇയ്യത്തുൽ ഉലമ അവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടുകളുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സഹോദരങ്ങൾക്ക് അഭയം നൽകുന്നതിന് വേണ്ടി അവർക്ക് അത്താണി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട നേതാക്കളും പണ്ഡിതന്മാരും പണ്ഡിത സഭാംഗങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തമിഴ്നാട്ടിലെ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ആ സംവിധാനം അവരാണ് ഈ വീടുകളുടെ നിർമ്മാണം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജംഇയ്യത്തുൽ ഉലമയുടെ ദിവന്യരായ നായകൻ പ്രിയപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദുകളാണ് ഈ സമുച്ചയങ്ങൾക്ക് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇതിന് തുടക്കം കുറിച്ചത്. ഏതായിരുന്നാലും ഇതിന് സഹകരിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സംഘം ഇവിടെ വരികയും ഒരുപാട് സഹായ സഹകരണങ്ങൾ ഇവർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജീവിതോപാധികളായി മെഷീൻ സാധനങ്ങൾ, വീടുപകരണങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് നിത്യചെലവിനുള്ള ക്യാഷ്, മാസത്തിൽ വീടിൻ്റെ വാടകകളും ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സഹായമാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരോടൊപ്പം നമ്മുടെ സംസ്ഥയുടെയും റേഞ്ചിൻ്റെയും പ്രവർത്തകരായ ഇതിൻ്റെ പ്രസിഡന്റ് ഷംസുദ്ദീൻ റഹ്മാനും സെക്രട്ടറി ഷഫീഖ് വൈസിയും മറ്റ് ഉള്ളവരും അവരോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ നേതൃത്വമായ ഇബ്രാഹിം ഫൈസിയും ഹാരിസ് ബാക്കവിയും ഇവരും അവരോടൊപ്പം തന്നെ സേവന രംഗത്ത് സജീവമായിട്ടുണ്ട്.